പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള 15 ലഷ്കർ-ഇ തൈബ ഭീകരവാദികളെ NIA അറസ്റ്റ് ചെയ്തു. ഭീകരാക്രമണം നടന്ന ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഈ 15 പേരും ഉണ്ടായിരുന്നതായും ആക്രമണം നടത്തിയ 4 ഭീകരർക്ക് ആയുധങ്ങളും പിന്തുണയും നൽകിയതും ഇവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോണുകൾ പഹൽഗാമിൽ ആക്റ്റീവായിരുന്നുവെന്നും NIA കണ്ടെത്തി. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനവും തുടരുകയാണ്. കുപ്വാര പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ പ്രകോപനമില്ലാതെ പാക് സൈന്യം വെടിവെച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഭീകരർക്കായി കേന്ദ്ര സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം വലിയ വല വിരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നതിനിടയിലാണോ ഈ 15 ലഷ്കർ-ഇ തൈബ ഭീകരവാദികളെയും NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇവരുടെ സാന്നിധ്യം ഈ ഭീകരാക്രമണം നടന്ന ദിവസം അവിടെ ഉണ്ടായിരുന്നതായിട്ടാണോ NIA മനസ്സിലാക്കുന്നത്? രോഹിണി, അന്വേഷണം ഏറ്റെടുത്ത് 48 മണിക്കൂർ തികയും മുമ്പ് 15 ഭീകരവാദികളുടെ അറസ്റ്റാണ് NIA രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 പേരും ഈ ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അക്രമം നടത്തിയ 4 ഭീകരർക്ക് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് ഈ ഭീകരരാണ് എന്നുള്ള വിവരങ്ങളാണ് NIA പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം ഈ ഭീകരരുടെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ 15 പേരുടെയും പേര് വിവരങ്ങൾ ഇതുവരെയായിട്ടും NIA പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഇവരുടെ ഈ സഹായം നൽകിയവരുടെ ഫോൺ ഈ പെഹൽഗാം ബൈസരൻ വാലിയിൽ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭീകരർക്ക് ആയുധം നൽകിയതും അതേപോലെ തന്നെ ഈ ഭീകരർക്ക് അവിടെ എത്തുവാൻ വേണ്ടിയുള്ള സഹായം നൽകിയതും ഒക്കെ തന്നെ ഈ 15 പേരാണ് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്, അതേപോലെ തന്നെ DIG, SP റാങ്കിലുള്ള ഇങ്ങനെ 3 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവരാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, നിരവധി ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഒരു ദിവസം ഏതാണ്ട് 150-ലധികം ആൾക്കാരെയാണ് ചോദ്യം ചെയ്തു വരുന്നത്. അതേസമയം ഈ കശ്മീരിലെ തന്ത്രപ്രധാന മേഖലയിലൊക്കെ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മുവിനെയും കാശ്മീർ താഴ്വരയും ബന്ധിപ്പിക്കുന്ന ഉദ്ധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലൈനാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 119 കിലോമീറ്റർ തുരങ്കം ഉൾപ്പെടെ 272 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയിൽ CRPF-നെ കൂടുതലായി വിന്യസിച്ചിരിക്കുകയാണ്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും അതേപോലെ തന്നെ മോസ്റ്റ് മോഡേൺ അത്യാധുനിക ആയുധങ്ങളും ഇവർക്ക് നൽകിയിട്ടുണ്ട്. ശക്തമായി തിരിച്ചടിക്കുവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, തുരങ്ക മേഖലയിൽ CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പൊതുവെ ജമ്മു കാശ്മീരിൽ ഉടനീളം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ഈ സൈനിക പോസ്റ്റുകൾക്ക് നേരെ രാത്രിയിൽ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്നും വെടിവെപ്പുണ്ടായത്. നിരവധി മേഖലകളിൽ ഇത്തരത്തിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ട്. ശക്തമായ രീതിയിൽ തന്നെയുള്ള പ്രത്യാക്രമണമാണ് BSF നടത്തിയിരിക്കുന്നത്. ഈ കുപ്വാര അതേപോലെ തന്നെ പൂഞ്ച് സെക്ടറിലെ നിയന്ത്രണ രേഖയിലാണ് കൂടുതലായും ഈ പ്രകോപനമുണ്ടായത്. യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ റേഞ്ചേഴ്സ്, അതായത് പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഭാരതത്തിന് നേരെ പ്രകോപനമില്ലാതെ വെടിയുതിർത്തിരിക്കുന്നത്. അതേസമയം BSF ശക്തമായ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ അന്വേഷണത്തിലാണ്, അതായത് ഈ സെർച്ചിങ് ഓപ്പറേഷൻ ഇപ്പോഴും നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭീകരർ ബൈസരൻ വാലിയിൽ 22-ാം തീയതി അക്രമം നടത്തിയ ഭീകരർ അവർ ഈ കാടുകളും അതേപോലെ തന്നെ ഈ പൈൻ താഴ്വരകളും കടന്ന് ഗ്രാമങ്ങളിലൂടെ അനന്തനാഗിലേക്ക് പ്രവേശിക്കുകയും അവിടെ നിന്നും ത്രാൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ത്രാലിൽ ഒരു ഗ്രാമത്തിലെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവർ ആഹാരം ആവശ്യപ്പെട്ടു. അങ്ങനെ ആഹാരം വാങ്ങി മടങ്ങി എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് സുരക്ഷാ സേന എത്തി. തുടർന്ന് ഈ കുപ്വാര മേഖലയിൽ അതേപോലെ തന്നെ പഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിലും കർശനമായ പരിശോധനയിലേക്ക് ഈ പ്രത്യേക ദൗത്യസംഘം കടന്നിരിക്കുകയാണ്. CRPF-ൻ്റെയും അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെയും അതേപോലെ തന്നെ കരസേനയുടെയും ഭടന്മാർ ഉൾപ്പെടുന്ന പ്രത്യേക ദൗത്യ സംഘമാണ് ഈ അന്വേഷണത്തിലുള്ളത്. നമുക്ക് കാണാം, ഈ മലനിരകൾ, ഇത്തരം മലനിരകളിലാണ് അന്വേഷണം നടക്കുന്നത്. നമുക്ക് ഈ പിന്നിൽ കാണുന്ന മലനിരകളിലും ഈ പ്രത്യേക ദൗത്യ സംഘം അന്വേഷണത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്നുള്ളത് ബ്രോഡ്കാസ്റ്റ് മിനിസ്ട്രിയുടെ പ്രത്യേക നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല. വളരെ ആക്റ്റീവായി തന്നെ ഈ മേഖലകളിൽ അന്വേഷണം തുടരുകയാണ്. മാത്രമല്ല, ഈ ഗുൽഗാം എന്ന് പറയുന്ന മേഖലയിൽ അവിടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ഭീകരരുടെ അടുത്തേക്ക് പോലും ഈ സൈന്യം
ഈ പ്രത്യേക ദൗത്യ സംഘം എത്തിയിരുന്നു. എന്നാൽ ഈ ദൗത്യ സംഘം അടുത്തെത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭീകരർ 4 പേരും വെടിയുതിർക്കുകയായിരുന്നു. തിരിച്ച് പ്രത്യാക്രമണം നടത്തി. എന്നിരുന്നാൽ തന്നെയും അവർ ഈ പൈൻ കാടുകൾക്കുള്ളിലേക്ക് ഒളിഞ്ഞു മറയുകയായിരുന്നു. ഏതായാലും ഈ പ്രത്യേക ദൗത്യ സംഘം ഇവരുടെ പിന്നിൽ തന്നെയുണ്ട്, ഭീകരരുടെ പിന്നിൽ തന്നെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇവരെയും പിടികൂടുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. രോഹിണി. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.